ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളിതാ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് 9 മണിക്കാണ് കുർബാന. ഞങ്ങളുടെ കാലാവസ്ഥയൊക്കെ ഇവിടെ മാറി. ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. തണുപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ പയ്യെ നമ്മളിനി ചൂടിലേക്ക് കിടക്കും. അപ്പോൾ ഇപ്പോഴൊക്കെ സ്വെറ്ററൊക്കെ വേണം കേട്ടോ. രാവിലെയൊക്കെ തണുപ്പുണ്ട്, എന്നാലും രാവിലെ തന്നെ സൂര്യനൊക്കെ ഉദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പില്ല അധികം, രാവിലത്തെ ടൈമിൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുർബാനയ്ക്ക് പോകാനായിട്ട് ഇറങ്ങണം. കുർബാനയായിട്ട് വേണം ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകാനും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് ആവശ്യം എന്താ, നല്ല വെയിലുണ്ട് കേട്ടോ. അതാ പുറത്തേക്കൊക്കെ നോക്കി എല്ലാവരും തുണികളൊക്കെ കഴുകിയിട്ടേക്കാണ് രാവിലെ തന്നെ ഉണങ്ങി കിട്ടാനായിട്ട്. ആവശ്യം നല്ല വെയിലുള്ളൊരു ദിവസമാണ്. പിന്നെ ഞങ്ങൾക്കിവിടെ എന്നും എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ കുരങ്ങന്മാരുടെ ശല്യമായിട്ടോ. രാവിലത്തെ ടൈമിൽ അല്ലെങ്കിൽ വൈകുന്നേരം ടൈമിൽ, ചിലപ്പോൾ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഒക്കെ കാണാം. ഭയങ്കര ശല്യമാണ് കുരങ്ങന്മാരുടെ. അതുകൊണ്ട് നമുക്കൊന്നും പറമ്പിലൊന്നും കുഴിച്ചിടാനൊന്നും പറ്റില്ല. എല്ലാവരും നശിപ്പിച്ചു കളയും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഇന്ന് നല്ല സൂപ്പർ വെയിലും നല്ല കാലാവസ്ഥയാണ്. രാവിലെ തന്നെ ഇപ്പോൾ ഒരു 8:45 കേട്ടോ സമയം. 9 മണിക്ക് കുർബാന. അപ്പോൾ ഞങ്ങൾ 8:45 ഇറങ്ങുകയാണ്. നല്ല കാലാവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴേ ഇങ്ങനെ വെയിലും ചൂടൊക്കെ ആയാൽ അതുപോലെ പ്രശ്നമാണ്. അതിൻ്റെ അർത്ഥം മെയ്യിലേക്കൊക്കെ ഭയങ്കര ചൂടായിരിക്കും. മെയ് ജൂണൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ചൂടാവും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പേടിയുണ്ട് ഞങ്ങൾക്ക്. ഒരു 2-3 ദിവസമായി നല്ല വെയിലും ചൂടൊക്കെ കാണുന്നു. ഇത്രയും നേരത്തെ തുടങ്ങുന്നതല്ലായിരുന്നു. എന്തായാലും വരണോടത്ത് വെച്ച് കാണാം. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിൽ എത്തിയിട്ടോ. അപ്പം ഇനി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. അപ്പം അങ്ങനെ ഞങ്ങളുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്ത് കിടന്നു. അപ്പോഴേക്കും നല്ല സൂപ്പർ വെയിലാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് പോകണം. ഈ വഴി തന്നെ വീട്ടിൽ ചെന്ന് പിന്നെ രണ്ടാമതും വരുമ്പോൾ നമുക്ക് പിന്നെയും ടൈം വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിൽ ലേറ്റായിട്ട് കുർബാന ചെയ്തുകൊണ്ട് കടകളൊക്കെ ഈ ടൈം ആകുമ്പോഴേക്കും തുറക്കും. അപ്പോൾ ഞങ്ങളിതാ പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പച്ചക്കറിയൊക്കെ കുറച്ച് വാങ്ങിച്ചു വെക്കണം. തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ 10:10 എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ തുറന്നിട്ടില്ല. തുറന്ന് ചിലയിടത്തൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. കടകളൊക്കെ തുറന്നു. ഇവിടെയൊക്കെ തുറന്നു. നമുക്ക് വാങ്ങേണ്ട പച്ചക്കറി കടയൊക്കെ തുറന്നുണ്ട്. വണ്ടികളിൽ അങ്ങനെ ട്രക്കുകളിലും വണ്ടികളിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫ്രഷ് വെജിറ്റബിൾസ്. കോളിഫ്ലവർ ഇപ്പോൾ ഇവിടെ 30 രൂപ കേട്ടോ കിലോ. കോളിഫ്ലവർ 30 രൂപ കിലോ. പിന്നെ പച്ചപ്പയർ 100 രൂപ കിലോ. വെണ്ടക്കായയുടെ വില 100 രൂപ തന്നെ. പിന്നെ നമ്മുടെ ബീൻസ് അത് 60 രൂപ കിലോ. കായ 50 രൂപ കിലോ. ചരക്ക് 40 രൂപ കിലോ. ഇഞ്ചി 80 രൂപ കിലോ. ഇഞ്ചി 80 രൂപ. നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കുറച്ച് പച്ചമുളകും കുറച്ച് മല്ലിയിലയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വെച്ച് തരും. അപ്പോൾ അതാ അങ്ങനെ ഇവിടെ എല്ലാവരും യു പിയിലൊക്കെ ഇങ്ങനത്തെ തണുപ്പിൻ്റെ സമയത്തൊക്കെ എല്ലാവരും ചട്നി ഉണ്ടാക്കി കഴിക്കും, മല്ലിയിലയുടെ ചട്നി. അതുകൊണ്ട് അവർ അങ്ങനെ തരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ചെറുനാരങ്ങ 120 രൂപ കിലോ. പിന്നെ ഇവിടെ ഇതാ പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക് 60 രൂപ കിലോ. ഇത് നമ്മുടെ ഗ്രീൻ പീസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ്. അപ്പോൾ ഇത് 100 രൂപ. 3 കിലോയ്ക്ക് 100 രൂപ. ഇപ്പം ഇതിൻ്റെ സീസണാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് സ്റ്റോറും ചെയ്യാം. അപ്പം ഞാൻ ഈ പ്രാവശ്യത്തെ വാങ്ങിക്കുന്നത് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് അത്. ഞങ്ങളിതിനെ പറയുന്നത് മട്ടർ എന്നാണ് കേട്ടോ, മട്ടർ. തക്കാളി 20 രൂപ കിലോ. തക്കാളി നമുക്ക് എല്ലാത്തിനും വേണ്ടേ, തക്കാളി വാങ്ങിക്കണം. നമ്മുടെ മല്ലിയിലൊക്കെ ഇവിടെ നല്ല ഉഷാറായിട്ടിരിപ്പുണ്ട്. അടിപൊളി മല്ലിയില. ഇവിടുത്തെ ചെറിയ ചെറിയ ക്യാബേജ്. അങ്ങനെ പച്ചക്കറി വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോകണം. ഇനി ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം. നല്ല വെയിലും ചൂടായി.
ഇപ്പോഴേ ഇത്രയും വെയിൽ ചൂടൊക്കെ ആയി കഴിഞ്ഞാൽ മെയ് ജൂണൊക്കെ ആവുമ്പോഴേക്കും ചുട്ടുപൊള്ളും. കാലാവസ്ഥയിലൊക്കെ ഈ വർഷം ഭയങ്കര മാറ്റമാണ് അല്ലേ? ചൂടായി. രാവിലത്തെ സമയം വൈകുന്നേരത്തെ സമയം മാത്രം കുറച്ച് തണുപ്പുണ്ട് ഇപ്പൊ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും രാവിലെ സ്വെറ്റർ ഇടാണ്ട് പോരാനും പറ്റില്ല. രാവിലെ തണുപ്പുണ്ട്. കുറച്ചേരം കഴിയുമ്പോ ഓരോന്നോരോന്നായിട്ട് മേത്തുനിന്ന് മാറ്റേണ്ടി വരും, സ്വെറ്ററും സോക്സും. അപ്പോൾ അങ്ങനെ പച്ചക്കറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ സൂപ്പർ മാർക്കറ്റിലേക്ക് തിരിക്കുകയാണ്. ഇനി നമുക്ക് കിച്ചൺ ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതേ ഷോപ്പിലേക്ക് എത്തിയേക്കട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ കുക്കിംഗ് ഓയിലായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് സോയാബീൻ്റെ ഓയിലാട്ടോ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം അതാണ് വാങ്ങിച്ചേക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതാ അങ്ങനെ ജീരകം, പിന്നെ കുരുമുളക്, വറ്റൽമുളക് അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ കിട്ടുന്ന ആ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഗ്രോസറി ഐറ്റംസൊക്കെ എടുത്തു. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കൂടുതൽ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്ന ദിവസം കേട്ടോ. ഇന്ന് നമ്മുടെ ചപ്പാത്തിക്കുള്ള ആട്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ പാല്, തൈര്, അതുപോലെ തന്നെ പനീർ അങ്ങനത്തെയൊക്കെ ഐറ്റംസ് അതെടുക്കാനുണ്ടായിരുന്നു. പഞ്ചസാര, ഉപ്പ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പേയ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2000 രൂപയിൽ കൂടുതൽ വാങ്ങിക്കുന്നവർക്ക് ഒരു കാസറോളും അതോടൊപ്പം തന്നെ ഒരു ടിഫിൻ ബോക്സും 500 രൂപയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റ് കൂടുതലാണ്, എന്നാലും നമുക്കിങ്ങനെ വില കുറവിന് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് 2000-ന് മേലെയാണെങ്കിൽ ഓഫറുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ കാണിച്ചതിപ്പോൾ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കത് നല്ലതായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു കാസറോളും അതുപോലെ തന്നെ ഒരു ടിഫിൻ, അതിനകത്ത് ചെറിയ 2 ടിഫിനുകളായിട്ടാട്ടോ ഉള്ളിൽ. അപ്പോൾ അത് നമ്മളിതാ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നു. ഇനി ലഞ്ച് ഉണ്ടാക്കണമെന്ന് ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ആ വഴി ഇനിയുള്ള പോയത്. അപ്പോൾ അതേ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടിയുള്ള വേഗത്തിലുള്ളൊരു ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വേഗം ആദ്യം റൈസ് അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസ്റ്റൊന്നല്ല കേട്ടോ, ഞങ്ങളിവിടെ അങ്ങനെ ഉപ്പ് ചേർത്താണ് റൈസ് കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് UP-ൽ കിട്ടുന്ന റൈസാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ റൈസ് കുക്കാവും. അപ്പോൾ ഇതിലേക്ക് വേണ്ട വെള്ളമൊക്കെ ഞാൻ ഇവിടെ അളന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. റൈസിൻ്റെ പണി കഴിയുമെന്ന് തന്നെ പറയാം. കുറച്ച് അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി ജോലിക്ക് കിടക്കാം. അരമണിക്കൂർ കൊണ്ടുള്ള ലഞ്ച് പ്രിപ്പറേഷൻ കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതെന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കാലത്തേക്ക് നമുക്ക് പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ തേങ്ങയും ജീരകമൊക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ പരിപ്പ് ഞാൻ രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുൻപ് തന്നെ എടുത്ത് കുതിരാനായിട്ടിട്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ കുതിർന്നിരിക്കുന്ന പരിപ്പ് വേഗത്തിൽ കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് എന്താ അവിടെ കുക്കറൊക്കെ വാഷ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയായിരുന്നു. വേഗം പരിപ്പ് കുക്കറിലേക്ക് ഇടാം. പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ 1 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ല, തേങ്ങയൊക്കെ എനിക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന തേങ്ങ അപ്പോൾ തണുത്തിരിക്കായിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ തേങ്ങ അരഞ്ഞു കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേഗത്തിൽ ഇനി ഉരുളക്കിഴങ്ങ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് പരിപ്പിലേക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്.
ഇനി ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിൽ നിന്നുള്ള വിസിൽ വന്നിട്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ എൻ്റെ കുക്കർ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിടുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിടാം. അപ്പോൾ നമ്മുടെ കുക്കർ അടുപ്പത്ത് കയറ്റാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പത്തേക്ക് വെക്കണം. റൈസ് കുക്കറിൽ നമുക്ക് വീക്കി വയ്ക്കാം. നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ എടുക്കാം. അപ്പോൾ തേങ്ങ ഇതാ ഫ്രീസറിൽ ഇരുന്ന തേങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നു. ഇവരെ നമുക്കൊന്ന് അലിപ്പിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ആദ്യം കത്തിക്കൊന്ന് കുത്തി കുത്തി പയ്യെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പുറത്ത് കിടക്കട്ടെ. അയ്യോ, സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. അധികം പ്രശ്നം ഉണ്ടാക്കിയില്ല, അടപ്പോടെ ഉണ്ടായിരുന്നുകൊണ്ട്. ഇങ്ങനത്തെ കട്ടകളായിട്ട് ഇരിക്കണം. ഇനി ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ബാക്കി നമുക്ക് അങ്ങനെ തന്നെ ഫ്രീസറിലേക്ക് വയ്ക്കാം. ഞാൻ എന്താ തേങ്ങയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു വിസിൽ വന്നു. ഒരു വിസിലും കൂടെ വന്നു കഴിയുമ്പോൾ ഞാൻ ഇത്തിരി കൂടെ ഫ്ലെയിം കുറച്ചു. 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഫ്ലെയിം കുറച്ചിട്ടിട്ട് 2 കൂടെ അല്ലെങ്കിൽ 1 കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ നന്നായി വെന്തോളും. ഇനി ഇവിടെ ഞാൻ എന്താ കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അളവൊന്നും നോക്കിയില്ല, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇടാനാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ. ബീൻസിൻ്റെ കാര്യം നോക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസിൻ്റെ തോരനാണ്. അപ്പോൾ ബീൻസൊക്കെ ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിൽ മാറ്റി വേഗം കട്ട് ചെയ്തു. ബീൻസും ക്യാരറ്റും കൂടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ക്യാരറ്റിനെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന. അപ്പോൾ അതാവുമ്പോൾ വേഗം കുക്കായി കിട്ടും. നമ്മുടെ പണിയും വേഗത്തിൽ കഴിയും. അപ്പോൾ അതിന് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ നമുക്ക് തോരൻ ഉണ്ടാക്കാനുള്ള ഒരു സവോള കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക്, ഇത്തിരി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ബീൻസ് കട്ട് ചെയ്യണം. പിന്നെ പരിപ്പ് 3 വിസിൽ വന്ന് ഞാനിപ്പോൾ ഓഫാക്കിയിട്ടേക്കണം. അതിന് നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ബീൻസ് എല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്ക് വേഗത്തിൽ നമ്മുടെ പാൻ വെച്ച് വേഗം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പേരിക്കുള്ള തേങ്ങ എന്ന് പറയുന്നത് ഞാൻ എന്താ ഇന്നെടുക്കുന്നത് കൊപ്രയായിട്ട് നമുക്ക് കിട്ടുന്ന ഉണക്ക തേങ്ങയായിട്ട് വരുന്നത്. പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ ചിരട്ടമ്മേന്ന് ഇങ്ങനെ വിട്ട് കിട്ടിയ ഉണക്ക തേങ്ങ കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പച്ച തേങ്ങ പോലെ ഇരിക്കും. അപ്പോൾ ഇത് മതി നമുക്ക് ഉപ്പേരിയിലേക്ക് ചേർക്കാനായിട്ട്. ഇത് നമുക്ക് തൽക്കാലം നീക്കി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കട്ടെ. പിന്നെ നിങ്ങളെ ഒരു ഐറ്റം കാണിക്കാൻ മറന്നുപോയി. നമ്മളിവിടെ ചൂടുവെള്ളത്തിനൊക്കെ കരുതി പൈപ്പ് ഇവിടെ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് ഓൺലൈനിൽ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. ഈ ഒരു ഐറ്റം ഇത് മാത്രം, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, സ്റ്റീലിൻ്റെ, ഇങ്ങനത്തെ ഏത് പൈപ്പാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല സുഖമായിട്ട് പിടിപ്പിക്കാം. ഇതിനകത്ത് നമുക്ക് 3 ടൈപ്പിൽ വെള്ളം വന്ന് നമുക്ക് കാണാം. അതായത് നമ്മളിത് അങ്ങനെ തുറക്കുമ്പോൾ ഇത് സിമ്പിളായിട്ട് നോർമലായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഞെക്കണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇത് നമ്മുടെ നോർമൽ രീതി, ഇത് നോർമൽ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ 3 മോഡ്സിൽ നമുക്ക് ഇതിനകത്ത് വെള്ളം വരും. ഇതാട്ടോ, ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 999 രൂപയാണ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എങ്ങോട്ടേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ഇങ്ങനെ തിരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേഗം ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ പരിപ്പൊക്കെ കുക്കായി, അതിൻ്റെ പ്രഷറൊക്കെ പോയി, സ്റ്റോപ്പായിട്ടുണ്ട്. നമുക്ക് അരപ്പും ചേർക്കണം. ഞാൻ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അരച്ചെടുക്കാൻ ചേട്ടനായിട്ട് അരച്ചെടുക്കുന്നത്. ഞാനിവിടെ കട്ടിങ് ആയിരുന്നു. ബീൻസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ അരച്ചതുണ്ട്. പുറത്തുനിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട്. വിൻഡോ തുറന്നിട്ടിട്ട് നല്ലപോലെ കാറ്റ് വരുന്നുണ്ട്. കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. കുക്കറിൻ്റെ അവസ്ഥയിലായി. അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ അരഞ്ഞുകൊണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം.
ജാറും കൂടി ഒന്ന് കഴുകി ചേർക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ പാനിലെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി എന്താ വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പച്ചമുളകും സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ല, നോ കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഇല്ലാതെയുള്ള ഉപ്പേരിയാണ് നമ്മുടെ ഇന്നത്തെ ഉപ്പേരി. നമ്മുടെ സവോള ഇവിടെ നിന്ന് വഴന്ന് വരട്ടെ. ഇവിടെ നമുക്ക് കറി ഇവിടെ ഞാൻ എന്താ ജാറൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അരപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഒന്നുകൂടെ കിടന്നൊന്ന് തിളക്കട്ടെ. അതാ സവോളയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ബീൻസും ക്യാരറ്റും എല്ലാം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിവിടെ നിന്ന് കുക്കാവട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി വേഗം കറി ഒന്ന് ഇളക്കട്ടെ കേട്ടോ. കറി എവിടെ നിന്ന് തിളക്കട്ടെ. തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം തേങ്ങയെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാൻ തേങ്ങ ഇന്നലെ രാത്രി തന്നെ എടുത്ത് കുതിരാനിട്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ഉണക്ക തേങ്ങയായിട്ടിരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് കുതിരാൻ ടൈം എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് രാത്രി എന്നെ കുതിരാനിട്ടത് കൊണ്ട് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യണ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഉപ്പേരിയിൽ അങ്ങനത്തെ അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ തേങ്ങ കിട്ടാത്ത നാട്ടിലാണ്. അപ്പോൾ വെറുതെ എന്തിനാ തേങ്ങ വേസ്റ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തേങ്ങ യൂസ് ചെയ്യുന്നത്. നമുക്കിനി ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആ തേങ്ങ നമുക്ക് നല്ലപോലെ ഇതേമാതിരി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബീൻസിൻ്റെ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നീക്കി വയ്ക്കാം. ഇത് നമ്മുടെ പരിപ്പ് കറി ഇവിടെ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓഫ് ആക്കി വെക്കാം. ഇനി പരിപ്പ് കറി ഒന്ന് താളിച്ചൊഴിക്കണം. പപ്പടം കൊടുക്കണം. അങ്ങനെ കൊച്ചു കൊച്ചു ജോലികളുണ്ട്. നമുക്കൊരു പകുതി സവോള മതി താളിച്ചൊഴിക്കാൻ. സവോളയൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കറിക്കുള്ളത് കാച്ചി ഒഴിക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെയിം പാനിൽ നമുക്ക് പപ്പടം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വേഗം അടച്ചു വെച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നിറയും. കടുക് ഇങ്ങനെ പൊട്ടിത്തെറിച്ചല്ല അവിടെ നിറയും. നമ്മുടെ സവോളയും കൂടെ കിടന്നാവട്ടെ. നമുക്കപ്പോഴേക്കും നമ്മുടെ ബീൻസ് ഉപ്പേരിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ബീൻസ് ഉപ്പേരി ഇതാ വേവാറായിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് മതിയെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നമുക്കൊരു സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് ഞാൻ ഒരു ടിഫിനിലാക്കി വീണ്ടും ഫ്രീസറിൽ വയ്ക്കും. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ. അപ്പോൾ ഒരു കേടും വരില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് ആവിയൊക്കെ കയറി നമ്മൾ എടുത്തു കഴിയുമ്പോൾ നല്ല പച്ചത്തേങ്ങ പോലെ തന്നെ ഇരുന്നോളും. പച്ചത്തേങ്ങ ചേർത്ത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇതൊന്ന് ആവി കയറാനായിട്ട് നമുക്ക് അടച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് എടുത്തൊഴിക്കാം. കുറച്ച് സമയം നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് പപ്പടം വറക്കണം. പപ്പടം വറക്കാനായിട്ട് ഞാൻ നമുക്ക് ഇത്തിരി കൂടുതൽ ഓയിലുണ്ട്. അപ്പം ഞാൻ അങ്ങനെ തുറന്ന് ഒഴിക്കുന്നു. ഓയിലൊന്ന് ചൂടാവട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡിയായി, ചോറ് റെഡിയായി, ബീൻസും റെഡിയായി എന്ന് പറയാം. പിന്നെ പപ്പടം കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ലഞ്ച്, സൂപ്പർ ലഞ്ച് പ്രിപ്പറേഷൻ 1/2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ചെയ്യണമെന്നുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് തന്നെ എല്ലാം ഉണ്ടെങ്കിൽ വേഗം നമുക്ക് ജോലികൾ ചെയ്യും. അപ്പോൾ ആ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് വേഗം പപ്പടം വറുത്ത് വെക്കാം. പപ്പടം ഞങ്ങൾക്ക് ഇത്രയ്ക്ക് മതി. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പപ്പടമായി നമുക്ക് നീക്കി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ ബീൻസ് തോരനും നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ റെഡി. അപ്പോൾ നമ്മുടെ റൈസ് കുക്കറൊന്ന് നമുക്ക് തുറന്നു നോക്കാം. റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഞങ്ങളുടെ ലഞ്ചിനുള്ള റൈസ് ഇത് അവിടെ റെഡി. ഈ രീതിയിൽ റൈസായി നമുക്ക് കിട്ടും. ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് വേഗത്തിൽ റൈസ് ഉണ്ടാക്കാം. പിന്നെ ഇവിടെ നമ്മുടെ കറി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടോ ഈ കറി. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചേർത്തുള്ള ഈ ഒരു കറി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ലഞ്ചിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ നമ്മുടെ പപ്പടം എന്താ ഇവിടെ റെഡി, നാടൻ പപ്പടം. അപ്പോൾ ലഞ്ച് കണ്ടില്ലേ ഞങ്ങളുടെ പെട്ടെന്നുള്ള ലഞ്ചാണ്. പിന്നെ ഇപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് വാങ്ങിച്ച ഐറ്റംസ് എല്ലാം അവിടെ ഇരിക്കുക. ഇനി എല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതായത് ഈ സീസണിൽ മാത്രം കിട്ടുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ലൈക്ക് ഗ്രീൻ പീസൊക്കെ, മട്ടർ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് നമുക്ക് അടുത്ത ഡിസംബർ വരെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോഴും അവർ തരുന്നത് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ ആ സാധനം തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലവും കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിന് ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഗ്രീൻ പീസ് സ്റ്റോർ ചെയ്തത് ഈ വർഷം ഡിസംബർ വരെ ഉണ്ടായിരുന്നു. ഒരു കേടുണ്ടായിരുന്നില്ല, ഒരു പ്രോബ്ലം ഇല്ല. ഈ ഗ്രീൻ പീസ് സ്റ്റോർ ചെയ്യാനുണ്ട്. പിന്നെ വാങ്ങിച്ച ഐറ്റംസ് ഓരോന്നായിട്ട് നോക്കി നമുക്ക് ഈ സീസണിൽ കിട്ടുന്നത്. പിന്നെ ഇഞ്ചിയൊക്കെ വാങ്ങിച്ചേക്കുന്നത് അത് സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പേസ്റ്റാക്കി വെക്കണം. അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഒട്ടും മടിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു കമൻറ്റ് നിങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവിടെ കാണുന്ന ഫോളോ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. എങ്കിലേ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.